പവർ ഓഫ് നെഗറ്റീവ് മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കിയാലോ. സ്ട്രീമർ തൊപ്പി സന്തോഷ് പണ്ഡിറ്റ് എല്ലാം ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഇന്ന് 30 ഡേയ്സ് കൺസിസ്റ്റൻസി ചലഞ്ചിന്റെ ഡേ 9 ആണ്. വിളി കേട്ടുകൊണ്ട് വന്നവർക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഫെയിം കിട്ടി. അത് അവരുടെ കഴിവിന്റെ ബെഞ്ച് മാർക്ക് ഭയങ്കരമായിട്ട് ലോ ആക്കി. ഇതാണോ നെഗറ്റീവ് മാർക്കറ്റിംഗ്? ഒരിക്കലുമല്ല. ഓൾറെഡി ലോ ബെഞ്ച് മാർക്കിൽ കിടക്കുന്ന ഇവരെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ചെറിയ പോസിറ്റീവ് വന്നാൽ പോലും ഇവരത്ര മോശമല്ലോ എന്ന് പറഞ്ഞ് സൊസൈറ്റി അത് ആക്സെപ്റ്റ് ചെയ്യും. ആ ഒരു മൊമെന്റിൽ അവർ ട്രാക്ക് മാറ്റി. സന്തോഷ് പണ്ഡിറ്റ് ചാരിറ്റി വഴി ഒരു ഗുഡ് സോളും നല്ല ഇന്റർവ്യൂസ് വഴി ഒരു ബ്രില്യന്റ് മൈൻഡും ആണെന്നുള്ള ഇമേജിലേക്ക് മാറി. തൊപ്പിയാണെങ്കിൽ വളരെ ജെന്യുവൻ ആയ, മെച്യൂർഡ് ആയ, ഇൻസ്പയറിംഗ് ആയ ഒരു സോഷ്യൽ ഇമേജിലേക്ക് ക്യാരക്ടർ കൊണ്ടുവന്നു. മേ ബി അത് തന്നെയായിരിക്കും അവരുടെ റിയൽ ക്യാരക്ടേഴ്സ്. ഒരു പക്ഷേ അവരുടെ എക്സ്പീരിയൻസസ് അവരെ മാറ്റിയതും ആവാം. ഇന്റൻഷനലി ഓർ നോട്ട്, പവർ ഓഫ് നെഗറ്റീവ് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് അവിടെ മുതൽ നമുക്ക് കാണാൻ പറ്റും. കാരണം സോഷ്യലി ആക്സെപ്റ്റഡ് ആയ ഒരുപാട് പേർക്ക് ഇൻസ്പയറിംഗ് ആയ ഇന്റർനെറ്റ് പേഴ്സണാലിറ്റീസ് ആയി അവർ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു നല്ല സ്ട്രാറ്റജി ആണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും യെസ് എന്ന് പറയില്ല. കാരണം സോഷ്യൽ മീഡിയ ആയതുകൊണ്ടും ഇതൊരു ബാഡ് എക്സാമ്പിൾ സെറ്റ് ചെയ്താലോ എന്നുള്ളതുകൊണ്ടുമാണ്. കൺസിസ്റ്റന്റ് കോണ്ടന്റ് ക്രിയേഷൻ, അതും എഡ്യൂക്കേറ്റ് ആൻഡ് എന്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട്, അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മെത്തേഡ്. ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണാമെന്ന് പറഞ്ഞത് മാത്രം. ഇത് ടെസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. അലൻ ജോസ് പെരേര ഒരു നല്ല ഷോർട്ട് ഫിലിമിൽ നന്നായി അഭിനയിക്കുന്നു. ഓൾറെഡി നല്ല ആക്ടിംഗ് കരിയർ ഉള്ള ഒരു ആക്ടർ സെയിം ടൈം ഒരു നല്ല ഷോർട്ട് ഫിലിമും ചെയ്യുന്നു. ഏതായിരിക്കും കൂടുതൽ വൈറലാവുക, ഏതിനായിരിക്കും കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടുക, ഏതായിരിക്കും കൂടുതൽ ചർച്ച ചെയ്യുക, ഇത് മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിൽ പറയും. നമ്മുടെ ചലഞ്ചിന്റെ ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കാണുന്നതെങ്കിൽ ഡേ 1 മുതലുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കും.